കൊടും ചൂടിൽ വലഞ്ഞ് യാത്രക്കാർ. ജില്ലയിൽ ഉഷ്ണതരംഗം തുടരുന്ന പശ്ചാത്തലത്തിൽ ജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക്. തൃശൂർ ചുട്ടുപൊള്ളുകയാണ്. താപനില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ജനങ്ങളോട് തന്നെ ചോദിക്കാം, ചൂട് എങ്ങനെയുണ്ട്? ചൂട് ഗംഭീര ചൂടാ, ഒരു രക്ഷയില്ല, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. കാരണം കണ്ടില്ലേ, ചൂട് കാരണം കൈ ഉച്ച തിരിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. AC ഇല്ലാണ്ട് കിടക്കാൻ പറ്റില്ല. കറണ്ട് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ കറണ്ട് കട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു 10 മിനിറ്റ് വീതം കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. രാത്രി പകലും ഒരേപോലെ ചൂട്. ഈ പകലത്തെ ചൂട് മുഴുവൻ പഴുത്ത് കിടക്കാണ്. രാത്രി ആകുമ്പോൾ ആവി വരും. ഭയങ്കര ചൂട്, സഹിക്കാൻ പറ്റില്ല. പഴം പുഴുങ്ങാൻ വെച്ച പോലെ ഉണ്ട്. എണീക്കുമ്പോൾ വെള്ളം ഒരു മേലുകൂടെ വെച്ചിട്ട് കിടന്നുറങ്ങും. 40 തൃശ്ശൂർ കാണിക്കുന്നത്. ഇപ്പോൾ അന്തരീക്ഷം നോക്കുകയാണെങ്കിൽ നമ്മൾ കാലത്ത് മുതൽ വൈകിട്ട് വരെ ഏതെങ്കിലും മാളിൽ ചെന്നിരിക്കാനാണ് തോന്നണേ. ഇപ്പോൾ ഒരു കുപ്പി 2 കുപ്പിയൊക്കെ കഴിക്കുന്ന വെള്ളം ഒരു 3-4 കുപ്പി വാങ്ങി കഴിക്കേണ്ട ഗതികേട് വരാം. കുട്ടികളൊക്കെ ആയിട്ട് പുറത്തേക്ക് പോകാൻ പറ്റാത്തൊരു അവസ്ഥയും കൂടി ഉണ്ട് ഈ ചൂട് കാരണം. ഇപ്പോൾ കഴിഞ്ഞ വർഷം എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ഇപ്പോൾ പറ്റേയില്ല, അത്രയും ബുദ്ധിമുട്ടാണ്. ഇപ്പം ഇന്നത്തെ അവസ്ഥ നോക്കണമെങ്കിൽ അകത്തും നല്ല ചൂടുണ്ട്, പുറത്തും നല്ല ചൂടുണ്ട്. ഇപ്പോൾ പിന്നെ ഇതേ ഒരു മഴക്കാരൻ്റെ ഒന്നാണ് ഇപ്പോൾ ഒരു ചൂട് കുറഞ്ഞിട്ട്. ഉള്ളിട്ട് വയ്യ, എവിടെയെങ്കിലും ഒന്ന് പോയിരുന്നാൽ മതിയെന്ന്. ഇപ്പോഴാണെങ്കിൽ കറണ്ട് ഏത് സമയം പോയിക്കൊണ്ടിരിക്കുക, അത് കാരണം ഉറങ്ങാനൊന്നും പറ്റില്ല. ചൂട് ഇത്തിരി കഷ്ടമാണ്. വെള്ളമില്ലാണ്ട് പുറത്തിറങ്ങാൻ പറ്റില്ല. കറണ്ട് ഇടയ്ക്ക് പോകാറുണ്ട്, പിന്നെ അവിടെ കിടന്ന വെള്ളമാവും പുറത്ത്. കഴിഞ്ഞ കൊല്ലത്തെ അപേക്ഷിച്ച് നമുക്ക് ഈ കൊല്ലം ഭയങ്കര ഉഷ്ണമാണ്. അപ്പോൾ പൊതുവേ നമുക്ക് പുറത്ത് ജോലികൾക്ക് പോകാനും എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ ജനങ്ങളെ അത്രയധികം ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. ഭയങ്കര ചൂടാണ്, ഭയങ്കര ഉറങ്ങാനൊന്നും മാത്രം പറ്റണില്ല. പുറത്തിറങ്ങാൻ തോന്നാറില്ല, കാരണം കൊണ്ട് അതാണ് സത്യം. ചൂട് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ചൂട് വരുന്നത്. എൻ്റെ 56 വയസ്സിന് കാലത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചൂട് ഞാൻ അനുഭവപ്പെടുന്നത് തന്നെ. ഇപ്പോൾ ചിലപ്പോൾ കറണ്ട് കട്ട് ഉണ്ടാവാറുണ്ട്, ആ സമയത്തൊന്നും കിടക്കാൻ പറ്റാറില്ല. എന്നാലും ഭയങ്കര ചൂട് തന്നെയാണ്. ചൂടിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്ന പെടാപ്പാടിലാണ് ജനങ്ങൾ. സ്വന്തം ആവശ്യങ്ങൾക്ക് പോലും പുറത്തു പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഈ കാലാവസ്ഥയ്ക്ക് ഒരു മാറ്റമുണ്ടാകുമെന്നാണ് അവരുടെ പ്രതീക്ഷ. ക്യാമറ പേഴ്സൺ സിബി പോട്ടൂരിനൊപ്പം ആഗ്നസ് ആൻഡ്രൂസ്.